ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. കെമിക്കൽ തെർമോഡൈനാമിക്സ് ഫസ്റ്റ് എന്ന ചാപ്റ്ററിൽ തെർമോഡൈനാമിക്സിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ നമ്മൾ എനർജി കണ്ടൻറ്റിനെ കുറിച്ചും എൻട്രോപ്പിയെ കുറിച്ചും ഒക്കെ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് തേർഡ് ലോ ആണ്. അപ്പോൾ തേർഡ് ലോ നേരത്തെ പറഞ്ഞ രണ്ട് ലോസിൻ്റെ പോലെയല്ല, അതൊരിക്കലും ഒരു ഡിറൈവ്ഡ് ആയിട്ടുള്ള ലോ അല്ല, മറിച്ച് ഇറ്റ് ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ ഹ്യൂമൻ ഒബ്സർവേഷൻസ് ആൻഡ് എക്സ്പീരിയൻസ്. തേർഡ് ലോ എന്താണ് എന്ന് പറയുന്നതിന് മുൻപായിട്ട് വി ഷൽ കൺസിഡർ എ തിയറം കോൾഡ് ദ നേൺസ്റ്റ് ഹീറ്റ് തിയറം. ഓക്കെ, കാരണം തേർഡ് ലോ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ഹീറ്റ് തിയറത്തിൽ നിന്നാണ്, ആൻഡ് വിച്ച് ഇസ് ഫോർമുലേറ്റഡ് ബൈ ദ സയൻറ്റിസ്റ്റ് വാൾട്ടർ നേൺസ്റ്റ്. നേൺസ്റ്റ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു സയൻറ്റിസ്റ്റാണ് അല്ലേ? നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നേൺസ്റ്റ് ഇക്വേഷനൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം നോബൽ പ്രൈസ് വിന്നറായിട്ടുള്ളൊരു സയൻറ്റിസ്റ്റാണ്. 1920 തെർമോ കെമിസ്ട്രിയിലുള്ള അദ്ദേഹത്തിൻ്റെ വർക്കിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേൺസ്റ്റ് ഹീറ്റ് തിയറത്തിലേക്ക് അടക്കാം. അതിനായിട്ട് വി ആർ സ്റ്റാർട്ടിങ് ഫ്രം ഗിബ്സ് ഹെൽമോൺസ് ഇക്വേഷൻ. എന്താണ് ഗിബ്സ് ഹെൽമോൺസ് ഇക്വേഷൻ? ഇവിടെ തന്നിട്ടുണ്ട്. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് പ്ലസ് ടി ഇൻറ്റു ഡോ ഡെൽറ്റ ജി ഡിവൈഡഡ് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ഇക്വേഷനാണ് എന്ത്? ഗിബ്സ് ഹെൽമോൺസ് ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷനിൽ സപ്പോസ് ടെമ്പറേച്ചർ ഈക്വൽ ടു 0 കെൽവിൻ ആവുന്ന സമയത്ത് ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യും? അതിൽ ഡെൽറ്റ ജി വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ എച്ച് അല്ലേ? ഡെൽറ്റ ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീ എനർജി ചേഞ്ച് അല്ലേ? ചേഞ്ച് ഇൻ ഫ്രീ എനർജി. അതുപോലെ തന്നെ ഡെൽറ്റ എച്ച് ചേഞ്ച് ഇൻ എൻതാൽപ്പി. അപ്പോൾ ആബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറിൽ, അതായത് ടി ഈസ് ഈക്വൽ ടു 0 കെൽവിൻ ആവുന്ന സമയത്ത് ഈ ഒരു ഫ്രീ എനർജി ചേഞ്ചും അതുപോലെ തന്നെ എൻതാൽപ്പി ചേഞ്ചും ഈക്വൽ ആണ് നമുക്ക് കാണാം ഈ ഒരു ഗിബ്സ് ഹെൽമോൺസ് ഇക്വേഷനിൽ. TW റിച്ചാർഡ്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റഡിയിൽ, അതായത് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ സെൽസിൻ്റെ EMF മെഷർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം നോട്ട് ചെയ്തു, അതായത് ഈ ഒരു വാല്യൂ ഡോ ഡെൽറ്റ ജി ബൈ ഡോ ടി എന്ന് പറയുന്ന വാല്യൂ ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി ഡിക്രീസിങ് വിത്ത് ഡിക്രീസിങ് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതായിട്ട് അദ്ദേഹം നോട്ട് ചെയ്തു. സോ ദാറ്റ് അദ്ദേഹം കൺക്ലൂഡ് ചെയ്തു, അതായത് ഡെൽറ്റ ജി അതുപോലെ തന്നെ ഡെൽറ്റ എച്ച് they tend to approach each other more and more closely as the temperature is lowered. ടെമ്പറേച്ചർ നമ്മൾ കുറച്ചുകൊണ്ടിരിക്കുമ്പം ഡെൽറ്റ ജി അതുപോലെ തന്നെ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂസ് എന്താ പറയുക, അടുത്തടുത്തായിട്ട് കൂടുതൽ ക്ലോസ് ആയിട്ട് വരുന്നതായിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചു. ഈ ഒരു ഡാറ്റയുടെ ബേസിസിലാണ് നേൺസ്റ്റ് ഹീറ്റ് തിയറം സജസ്റ്റ് ചെയ്യുന്നത്. അതായത് the value of dou delta G by dou T approaches 0 asymptotically as the temperature is lowered towards absolute 0. ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നേൺസ്റ്റ് ഹീറ്റ് തിയറം എന്ന് പറയുന്നത്. എന്താണ്? നമ്മൾ ടെമ്പറേച്ചർ കുറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി, അതായത് ഡിഫറൻഷ്യൽ ഓഫ് ഫ്രീ എനർജി ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ അപ്രോച്ചസ് 0. ഇതിനർത്ഥം 0 കെൽവിനിൽ ഡെൽറ്റ ജി അതുപോലെ തന്നെ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ ഈക്വൽ ആണ് എന്നല്ല, മറിച്ച് അവരുടെ വാല്യൂസ് 0 കെൽവിനിലേക്ക് ടെമ്പറേച്ചർ ലോവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദെയർ വാല്യൂസ് അപ്രോച്ച് മോർ ആൻഡ് മോർ ക്ലോസർ. നമുക്കിതിനൊരു ഗ്രാഫിക്കലായിട്ട് ഉള്ള റെപ്രസെൻറ്റേഷൻ നോക്കാം. സപ്പോസ് നമ്മളിങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, അതായത് ടെമ്പറേച്ചർ
വേഴ്സസ് ഡെൽറ്റ ജി ഓർ ഡെൽറ്റ എച്ച് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, സോ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മൾ ടെമ്പറേച്ചർ ഇവിടെ കുറച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേഞ്ച് ഇൻ ഫ്രീ എനർജി എന്താണ് കുറഞ്ഞു വരുന്നു. അതേപോലെ തന്നെ എൻതാൽപ്പി ചേഞ്ച് കൂടി വരുന്നു അല്ലേ. അങ്ങനെ ടെമ്പറേച്ചർ ഇവിടെ പോയിന്റ് എത്രയാണ്, 0 കെൽവിനാണ്, അല്ലെങ്കിൽ ആബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറാണ് ഈ ഒരു പോയിന്റിലുള്ളത്. അപ്പോൾ ആ പോയിന്റിലേക്ക് അടുക്കും തോറും ഈ ഡെൽറ്റ ജി ഒരു വശത്ത് കുറഞ്ഞു വരുന്നു, ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരുന്നു. അതായത് ഇവരുടെ രണ്ടുപേരുടെയും ക്വാണ്ടിറ്റി വാല്യൂസ് ദി അപ്രോച്ച് ഈച്ച് അതർ. അതിൻ്റെ ഒരു ട്രെൻഡ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു സോളിഡ് ആയിട്ടുള്ള ലൈൻ പോലെയാണ് ആ ഒരു ചേഞ്ച് വരുന്നത്. അല്ലാതെ ഈ ഒരു ഡോട്ടഡ് ലൈൻസ് കാണിച്ചിരിക്കുന്ന പോലെയല്ല. ഇത് സോളിഡ് ലൈൻസ് ആണ് അതിനെ ആ ഒരു ചേഞ്ചിനെ റെപ്രസെൻ്റ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ടെമ്പറേച്ചർ നമ്മൾ കുറച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ആസ് ദ ടെമ്പറേച്ചർ അപ്രോച്ചസ് 0 ആബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ, ഡെൽറ്റ ജി as well as delta H values, they approach each other more and more closely. അങ്ങനെ ഓൾമോസ്റ്റ് 0 കെൽവിൻ ടെമ്പറേച്ചറിലാകുമ്പോൾ ഡെൽറ്റ ജി വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ എച്ച്. അപ്പോൾ ഡേൺസ്റ്റ് ഹീറ്റ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ദ വാല്യൂ ഓഫ് dou delta G by dou T approaches 0 asymptotically as the temperature is lowered towards absolute 0. ഓക്കെ, നമുക്കിതിൻ്റെ ഈ ഒരു ഹീറ്റ് തിയറത്തിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ കൂടി നോക്കാം. മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ലിമിറ്റ് T tends to 0 dou delta G by dou T at constant pressure is equal to limit T tends to 0 dou delta H by dou T at constant pressure is equal to 0. നമ്മൾ ടെമ്പറേച്ചർ എന്താണ് ആ ലിമിറ്റിംഗ് വാല്യൂ കൊടുത്തിരിക്കുകയാണ്. അതാണ് അവിടെ ലിമിറ്റ് T tends to 0 എന്നുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പം ടെമ്പറേച്ചർ 0 കെൽവിനിലേക്ക് നമ്മൾ ലിമിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓവർ ചെയ്യുന്ന സമയത്ത് ഡെൽറ്റ ജി അതുപോലെ തന്നെ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂസ് എന്ത് ചെയ്യും, their values approach more and more closely. ഓക്കെ, അപ്പം ഇതാണ് നേൺസ്റ്റ് ഹീറ്റ് തിയറത്തിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഇനി നമുക്ക് തെർമോഡൈനാമിക്സിലെ 2 ഇക്വേഷൻസ് അറിയാം. അതായത് ഒരു ഇക്വേഷൻ നമുക്ക് സെക്കൻഡ് ലോയിൽ നിന്ന് കിട്ടുന്നതാണ്. അവിടെ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തിട്ടുണ്ട്. ഡോ ഡെൽറ്റ ജി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എസ് എന്നാണ്. അടുത്തത് കിർച്ചോഫ്സ് ഇക്വേഷൻ എന്ന് നമുക്കറിയാം. ഡോ ഡെൽറ്റ എച്ച് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ സി പി. അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എന്നും ഇക്വേഷൻ നമ്പർ 4 എന്നും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡെൽറ്റ ഫസ്റ്റ് ഇക്വേഷനിൽ, അതായത് ഇക്വേഷൻ നമ്പർ 3ൽ ഡെൽറ്റ എസ് എന്താണ്, ഒരു റിയാക്ഷനിലെ എൻട്രോപ്പി ചേഞ്ച്. അതുപോലെ തന്നെ ഡെൽറ്റ സി പി എന്ന് പറഞ്ഞാൽ ഹീറ്റ് കപ്പാസിറ്റിയിലുള്ള ഡിഫറൻസ് അല്ലേ. ഒരു റിയാക്ഷനിൽ പ്രോഡക്ട്സിൻ്റെയും റിയാക്റ്റൻസിൻ്റെയും ഹീറ്റ് കപ്പാസിറ്റീസിൽ വരുന്ന ഡിഫറൻസാണ് ഡെൽറ്റ സി പി എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 3 അതുപോലെ തന്നെ 4 നമ്മൾ ഇക്വേഷൻ നമ്പർ 2ൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ ചേഞ്ച് ചെയ്യും, ഇങ്ങനെയാണ് കിട്ടുക. ലിമിറ്റ് T tends to 0 ഡെൽറ്റ എസ് ഈക്വൽ ടു 0, അതുപോലെ തന്നെ ലിമിറ്റ് T tends to 0 ഡെൽറ്റ സി പി ഈക്വൽ ടു 0 എന്ന് കിട്ടും. വിച്ച് മീൻസ് 0 കെൽവിൻ റീജിയനിൽ ഏതൊരു പ്രോസസ്സ് നടക്കുന്നത് ഫസ്റ്റ് വിത്തൗട്ട് എ ചേഞ്ച് ഇൻ എൻട്രോപ്പി. നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് ഡെൽറ്റ എസ് ഈക്വൽ ടു 0 ആണെന്ന്. സോ അറ്റ് എനി പ്രോസസ് should occur in the vicinity of 0 Kelvin without a change in entropy and also without a change in the heat capacity at constant pressure. ഓക്കെ, അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ തിയറത്തിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്ന ഈ 2 ഇക്വേഷൻസ് ആണ്. അതായത് ഒരു റിയാക്ഷൻ്റെ എൻട്രോപ്പി ചേഞ്ചും അതുപോലെ തന്നെ പ്രോഡക്ട്സിൻ്റെയും റിയാക്റ്റൻസിൻ്റെയും ഹീറ്റ് കപ്പാസിറ്റിയിൽ വരുന്ന ഡിഫറൻസും ദേ
also tend to approach zero as the temperature is lowered towards ഏത് വാല്യൂ ആബ്സല്യൂട്ട് സീറോ. ഈ ഒരു തിയറം നമുക്ക് ഗ്യാസസിൻ്റെ കേസിൽ അപ്ലിക്കബിൾ അല്ല, കാരണം ഗ്യാസസ് 0 കെൽവിനിൽ എക്സിസ്റ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ ലിക്വിഡ്സിൻ്റെ കേസിലും അത് അൺഅപ്ലിക്കബിൾ ആണ്. സോ ഈ ഒരു പെർട്ടിക്കുലർ തിയറം, ലേൺസ് ഹീറ്റ് തിയറം, is restricted to solid systems only. Okay.